സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മരുതൻകുഴി ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മേടപ്പുണർന്നം പൊങ്കാല മഹോത്സവം ഏപ്രിൽ 29 മുതൽ മെയ് 8 വരെ നടക്കുകയുണ്ടായി. 10ാം ഉത്സവ ദിവസം രാവിലെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും ശ്രീ ഉദിയന്നൂരമ്മ പുരസ്കാര സമർപ്പണത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി ഭക്തിപുരസ്സരം കാഴ്ചവെക്കുന്നു. ആദിപരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളായ ശ്രീ ഭദ്രാദേവിയും ശ്രീ ദുർഗാദേവിയും ഭക്തി ചൈതന്യത്തോടെ ഉപസ്ഥിതരായിരിക്കുന്ന മരുതൻകുഴി ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രത്തിന് തെക്കൻ കേരളത്തിലെ ആരാധനാലയങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനമാണുള്ളത്. അന്നപൂർണയായും ഇഷ്ടവരദായിനിയായും സർവ്വ ഐശ്വര്യപ്രദായിനിയായും വിളങ്ങുന്ന ശ്രീ ഉദിയന്നൂരമ്മയുടെ ആലയം ഇന്ന് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പൊരുളും കാലത്രയങ്ങളുടെ കാവലാളുമായ അമ്മ ആത്മീയ സമസ്യകൾക്ക് പൂരകവും സത്യാന്വേഷികൾക്ക് ഗുരുവുമായി പരിലസിക്കുന്നു. ആശ്രിത വത്സലയായ ശ്രീ ഉദിയന്നൂരമ്മയെ പെറ്റമ്മയ്ക്ക് സമമായാണ് ഭക്തർ കാണുന്നത്. അനന്തപുരിയുടെ ചരിത്രത്തിൽ പഴക്കം കൊണ്ടും ചൈതന്യസ്ഥിതി കൊണ്ടും പ്രഥമ ഗണനീയമായ ആധ്യാത്മിക ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പുണ്യക്ഷേത്രം. കരുണാമയിയായ ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവതി വാണീ രമാസേവിത കല്യാണി കമനീയ കൽപ്പലതിക കൈലാസനാഥപ്രിയ വേദാന്ത പ്രതിപാദ്യമാന വിഭവാ വിദ്യുൽ മനോരഞ്ജിനി ക്ഷേചക്രാംഗിത രത്നപീഠ നിലയ ശ്രീരാജ രാജേശ്വരി ശ്രീരാജ രാജേശ്വരി. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ശശിധര കുറുപ്പിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ക്ഷേത്രയോഗ പ്രസിഡന്റ് ശ്രീ കെ സതീഷ് ചന്ദ്രൻ നായർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പരമശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ VK പ്രസാദ് സാർ, ബ്രഹ്മശ്രീ തെക്കേടത്തുമന നാരായണൻ വിഷ്ണു നമ്പൂതിരി, മുൻ ശബരിമല മേശാന്തി, ക്ഷേത്രത്തിൻ്റെ ഒരു ധാരാളം ക്ഷേത്രത്തിൻ്റെ തന്ത്രിമുഖ്യനായിട്ടുള്ള ആദരണീയായിട്ടുള്ള വ്യക്തി അദ്ദേഹം, ക്ഷേത്രത്തിൻ്റെ യജ്ഞാചാര്യനായിട്ടുള്ള ശ്രീ ബി രഘുനാഥപിള്ള, എത്താവുന്ന എത്തിയിട്ടുള്ള ശാസ്ത്രമല കൗൺസിലർ ശ്രീ SS മസൂദൻ നായർ, PTP കൗൺസിലർ ശ്രീ VG ഗുരുകുമാർ, ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ S ലിൻകുമാർ, ശ്രീ MS സുനിൽകുമാർ, ശ്രീ G പ്രശാന്ത് കൃഷ്ണ, കൃതജ്ഞത അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ നായർ ജോയിന്റ് സെക്രട്ടറി, ബഹുമാന്യനായിട്ടുള്ള ദേവി ഭക്തരെ,
നമ്മുടെ ഈ പ്രോഗ്രാമുകൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും നൽകുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള വ്യക്തികളെ, ഉദയനൂരമ്മയുടെ ഭക്തരെ, ഇന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള സുദിനമാണ്. ആ സുദിനത്തില് നമ്മുടെ ഭാരതം ഇന്ന് ഏറെ മനോവേദനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്നത് നമ്മുടെ പഹൽഗാമിൽ ജീവൻ ബലിയർപ്പിച്ച ഭാരതപുത്രരുടെ ആത്മശാന്തിക്ക് വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി ശക്തിയാർജിക്കുന്ന ഇന്ത്യൻ സൈനികരുടെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണവർഗത്തിന്റെയും ആത്മവീര്യത്തിനു വേണ്ടി ഭാരതത്തിലെ 30 കോടി ദൈവങ്ങളെയും സാക്ഷിയാക്കി, അനന്തപുരിയിലെ ശ്രീ പത്മനാഭ സ്വാമിയെ സാക്ഷിയാക്കി, ഉദയനൂരമ്മയെ സാക്ഷിയാക്കി അവരുടെ വീര്യത്തിനും ആത്മശാന്തിക്കും വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഉദയനൂരമ്മ പുരസ്കാര സമർപ്പണവും നിർധനരായിട്ടുള്ള കുറച്ച് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുക എന്ന കാര്യവും ക്ഷേത്ര നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെയും ഈ അവരുടേതായി മാത്രമല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുനർജീവിതത്തിലുള്ള വ്യക്തികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങുമാണ് എന്ന്. ഉദയനൂരമ്മ പുരസ്കാരം ഓരോ വർഷവും നമ്മൾ ഉത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് നൽകി വരും. കഴിഞ്ഞ വർഷം ഉദയനൂരമ്മ പുരസ്കാരം നൽകിയത് നമ്മൾ ശ്രീ എസ് സോമനാഥ് ISRO ചെയർമാൻ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് പത്മശ്രീ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയെ നമ്മൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്നേ ദിവസം തമ്പുരാട്ടിക്ക് പത്മശ്രീ സ്വീകരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ എത്തേണ്ടതുള്ളത് കൊണ്ടാണ് തമ്പുരാട്ടി ആ ദിവസം എത്താതിരുന്നത്. പക്ഷേ അത് ഇന്ന് പത്മശ്രീ ലഭിച്ച ബഹുമാന്യ തമ്പുരാട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞതിൽ ഉദയന്നൂർ ദേവീക്ഷേത്ര ഭരണസമിതിക്കും ക്ഷേത്ര യോഗത്തിനും ഭക്തരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. 29-ാം തീയതി ആരംഭിച്ച നമ്മുടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നു വരുന്നത്. അതിനുവേണ്ടി ആത്മസമർപ്പണം നടത്തുന്ന, ആത്മാർത്ഥമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു. ഒപ്പം അധികം അതിനെക്കുറിച്ച് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. എനിക്കാദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് ക്ഷേത്രയോഗം പ്രസിഡന്റ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീ കെ സതീഷ് ചന്ദ്രൻ നായരെയാണ്. ശ്രീ കെ സതീഷ് ചന്ദ്രൻ നായർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, അല്ലെങ്കിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ചടങ്ങിലേക്ക് ഞാൻ ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യും. ഇനി സ്വാഗതം അർപ്പിക്കേണ്ടത് ബഹുമാന്യ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി. നമുക്ക് ക്ഷേത്രത്തിൽ തമ്പുരാട്ടിയുടെ ദർശനം തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളായിട്ടുണ്ട് മുൻകാലത്തും ഇപ്പോഴും. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തെ അതിന്റെ അത്യുന്ന പദവിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമദ് പത്മശ്രീ അശ്വതി തിരുനാൾ തമ്പുരാട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, 2024 ഈ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ സമാരംഭ സമ്മേളനത്തിന് ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി തമ്പുരാട്ടിയെ നമ്മൾ ക്ഷണിച്ചിരുന്നു. സന്തോഷകരമായിട്ട് തമ്പുരാട്ടി അത് സ്വീകരിച്ചു.
പക്ഷെ അതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി തമ്പുരാട്ടി എത്തേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ആ ഭാഗ്യം ലഭിച്ചു. ഇന്ന് നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. തമ്പുരാട്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം രാജകുടുംബത്തിലെ തമ്പുരാട്ടിയെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും തമ്പുരാട്ടിയുടെ മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സേവന രംഗം. ആതുര സേവന രംഗത്തും കലാസാഹിത്യ രംഗത്തും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ലക്ഷ്മി ഭായി തമ്പുരാട്ടി. ഈ എളിയവനായിട്ടുള്ള ഞാൻ തമ്പുരാട്ടി പുകഴ്ത്താൻ ആരുമല്ല. എങ്കിലും എൻ്റെ ഉദയനൂരമ്മയുടെ തിരുമുന്നിൽ വെച്ച് തമ്പുരാട്ടിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് കുറവായി. അശ്വതിനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജനാധിപത്യമൊന്നും എത്താതിരുന്നെങ്കിൽ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് നമ്മളെ നയിക്കേണ്ട വ്യക്തിയായി. തമ്പുരാട്ടി, ഞാൻ ഈ യോഗത്തിലേക്ക് ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്തു. മുൻപന്തിയിൽ നിന്നും ഏതൊരു കാര്യം വന്നാലും ഒറ്റ വാക്കിൽ ഓടിയെത്തി നമുക്ക് നേതൃത്വം തരുന്ന വട്ടിയൂർക്കാവ് MLA ശ്രീ VK പ്രശാന്ത് അങ്ങയെ ഈ യോഗത്തിലേക്ക് ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ ഭരണസമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും. ക്ഷേത്രത്തെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ B രഘുനാഥപിള്ള. നമ്മുടെ ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജയ്ക്കായിരുന്നാലും ഏത് പൂജയ്ക്കായാലും നമ്മുടേതായിട്ടുള്ള ഏത് ഭക്തിസാന്ദ്രമായിട്ടുള്ള പൂജ വന്നാലും അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശ്രീ രഘുനാഥപിള്ളയെ സർ യജാചാര്യനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തെ ഞാൻ ഇനി സ്വാഗതം ചെയ്യേണ്ടത് SS മധുസൂദനൻ നായർ, ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലർ, മുൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഈ സമയത്ത് ഈ വേദിയിൽ ഉണ്ടാവേണ്ട സമയമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം എത്താതിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളതും ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ 2-3 വ്യക്തികളെ. ഒന്ന് ശ്രീ ലേൻകുമാർ. ഞാൻ ഇന്ന് നിന്ന് സംസാരിക്കുന്ന ഈ വേദി, നമ്മൾ കാണുന്ന ഈ നടപ്പന്തലും ഒരു ഭാഗം നടപ്പന്തലും അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ CS നായർ സാർ ക്ഷേത്രത്തിന് 15 വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പണം നടത്തിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇത് പൂർത്തീകരിക്കണം എന്ന് എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ, നല്ലവനായിട്ടുള്ള മനുഷ്യൻ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ തന്റെ പിതാവിന്റെ ആഗ്രഹം അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതിയോടെ നമ്മളെയൊക്കെ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ സമയം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ലേൻകുമാർ, സഹോദരിമാരും ഒപ്പം ആ കുടുംബാംഗങ്ങളും ഒറ്റ മനസ്സോടെ ഇറങ്ങിത്തിരിച്ചാണ് ഇന്ന് നടപ്പന്തലിന്റെ പൂർത്തീകരണം നടത്തിയത്. ഈ സ്റ്റേജിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും 15 വർഷക്കാലം മുമ്പ് ഏകദേശം 25 ലക്ഷത്തിലധികം തുക മുടക്കിയാണ് ശ്രീ CS നായർ അദ്ദേഹം ഇത് സമർപ്പണം നടത്തിയത് ഉദയനൂരമ്മയ്ക്ക്. ഉദയനൂരമ്മയുടെ അകമഴിഞ്ഞ ഭക്തനായിരുന്നു അദ്ദേഹം. അധികമാക്കുന്നില്ല, ലേൻകുമാർ സാർ, അങ്ങയെയും അങ്ങയുടെ കുടുംബാംഗങ്ങളെയും ഈ സദസ്സിൽ ഞാൻ ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ ഭരണസമിതിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും. അമ്മമാരുടെ പ്രഭയ്ക്ക് അല്പം പ്രഭ പോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് 2 അത് വാങ്ങി സമർപ്പണം നടത്തി. നമ്മൾ എന്തു പറഞ്ഞാലും, പിന്നെ ഉത്സവത്തിന്റെ കാര്യത്തിൽ എന്തു പറഞ്ഞാലും അതെല്ലാം സമർപ്പണമായിട്ട് കണക്കാക്കുന്ന ശ്രീ MS സുനിൽകുമാർ സാറും കുടുംബം. സാർ, ഞാൻ എന്തു പറഞ്ഞാലും അത് കുറവായി പോകും. അങ്ങയെ കുടുംബത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു. തന്ത്രമുഖ്യനായിട്ടുള്ള ശബരിമല
മേൽശാന്തിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നാരായണൻ വിഷ്ണു നമ്പൂതിരിയെ സർവജ്ഞ ഉദയനൂരമ്മയുടെ പേരിൽ ഭരണസമിതിക്ക് വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും അങ്ങയെ ഈ ഉദയനൂരമ്മ പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യും. പ്രശാന്ത് കൃഷ്ണയെ ഞാൻ മികച്ച റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ അവാർഡ് നേടിയ ശ്രീ പ്രശാന്ത് കൃഷ്ണയെ ഈ യോഗത്തിലേക്ക് ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ ഭരണസമിതിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും. ചികിത്സാ സഹായ വിതരണം സ്വീകരിക്കാനെത്തിയ എല്ലാ വ്യക്തികളെയും ഉദയനൂരമ്മയുടെ നാമധേയത്തിൽ ഞാൻ ഭരണസമിതിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും. ഇനി നമ്മുടെ റിപ്പോർട്ടുകളെല്ലാം ഇതെല്ലാം അപ്പോഴപ്പോഴും തന്നെ നമുക്ക് ലൈവിൽ ചെയ്തു തരാൻ എത്തിയിട്ടുള്ള EN24 മറ്റ് മീഡിയ പ്രവർത്തകർ എല്ലാ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം പൊറുക്കണമെന്ന് ഈ നാടിൻ്റെ സമ്പത്തിൻ്റെ ധനികനായിട്ടുള്ള ശ്രീ പരമനാഭ സ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഉത്സവം. നാരായണൻ വിഷ്ണു നമ്പൂതിരി അവர்களுം അതുപോലെ തന്നെ തമ്പുരാട്ടി എല്ലാവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര സമർപ്പണത്തിനായി ആദരിക്കുന്നതിന് വാങ്ങുന്നതിനായി പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അവരുടെ ക്ഷണിച്ചു കൊടുക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദയനൂരമ്മ പുരസ്കാരമാണ് നമുക്കെല്ലാവർക്കും ആദരണീയനായിട്ടുള്ള പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് ഇപ്പോൾ നമ്മൾ നൽകിയത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒരു മുഹൂർത്തമായി ഇത് നമുക്ക് കാണാം. നേരത്തെ മേയറായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഏറ്റവും അധികം വാത്സല്യം അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഒരിടത്തിൽ പോകാനും പല കാര്യങ്ങളിലും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ആ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. വേദിയിലും സദസ്സുകളായിരിക്കുന്ന അഭിനന്ദരായ ഗുരുക്കന്മാരെ, മറ്റു ഭക്തജനങ്ങളെ, എൻ്റെ സ്വന്തം ബന്ധുക്കളായ നാട്ടുകാരെ, ആദ്യമായി ഈ ഒരു അമ്മയുടെ സുദിനത്തിൽ ആദ്യമായി എനിക്ക് തന്ന ഈ ഉദയനൂർ പുരസ്കാരം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിച്ചു കൊള്ളട്ടെ. ഉദയനൂർ അമ്മയുടെ പുരസ്കാരം സമർപ്പിക്കുവാൻ എനിക്ക് വീട് കിട്ടിയ ഒരവസരം
ഞാൻ അത് ഉദയനൂരമ്മ പുരസ്കാരമായി സ്വയം അമ്മയുടെ മുമ്പിൽ സാക്ഷി നിർത്തി സ്വീകരിച്ചു കൊള്ളട്ടെ. അത്ഭുതങ്ങൾ മാത്രം ദൃഷ്ടാന്തമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉദയനൂർ ക്ഷേത്രം. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ആഭിമുഖമായി എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മൊത്തമായി ഞാൻ എളുപ്പവഴിക്കാൻ പോയതാണ്. അപ്പം നമ്മുടെ അമ്മയെക്കുറിച്ച് ഞാൻ പറയുന്നതിനുപരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः. नारायणाखिलगुरो सरसीरुहाक्ष नादान्तवेद्य नवनीरदचारुदेह बालोऽस्म्यहं तव कृपामयि नित्यमस्तु. श्रीपद्मनाभ ममदेहि करावलम्बम्. ഉദയനൂരമ്മയുടെ തൃപ്പാദത്തിൽ സഹസ്രകോടി നമസ്കാരം. വേദിയിലും സദസ്സിലും തന്ത്രികളും ഉൾപ്പെടെയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എല്ലാ അനുഗ്രഹീതാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. And the heart is full words of humor. ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ. ഒരു വേളയിൽ അത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കും ഒരു സുദീർഘമായിട്ടുള്ളൊരു പ്രസംഗം കേൾക്കാൻ ഇവിടെ അങ്ങനെ ഒരു സദസ്സിൻ്റെ ഒരു ആവശ്യകത സുദീർഘമായുള്ള ഒരു പ്രസംഗമല്ല. ഏതായാലും ഇന്നെനിക്ക് അമ്മയുടെ തിരുനാമത്തിൽ തന്ത്രിവര്യൻ്റെ കയ്യിൽ നിന്നും കമ്മിറ്റിയുടെ സന്മനസ്സുകൊണ്ടും ലഭിച്ച ഈ സർവശ്രേഷ്ഠ പുരസ്കാരം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഞാൻ സ്വീകരിക്കുകയാണ്. നമ്മുടെ സായുധസേന, അത് പട്ടാളത്തിക്കാർ, വിശിഷ്യ ആർമി, പിന്നെ നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർ ഉണർന്നിരിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും ആർമി ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ സാധിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങുന്നത് അവരുണർന്നിരിക്കുന്നതുകൊണ്ടാണ്. മഞ്ഞുമലയിലും കാടിലും മേടിലും ഒരുപാട് ശത്രുക്കളുടെ മുമ്പിലും അവർ നെഞ്ചി വിരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉറങ്ങുന്നു. എത്രയോ പേര് വെടിയേറ്റ് വീണ് അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും അനാഥരായിരിക്കുന്നു. അതെന്നിട്ടും ഇവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സുരക്ഷിതമായിട്ടിരിക്കുന്നതെന്ന് നമ്മൾക്കൊരിക്കലും മറക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി അടനിവേദ്യത്തിനെ പറ്റി. അടനിവേദ്യം നേരിക്കുകയാണെങ്കിൽ അത് അഭീഷ്ടസിദ്ധിയാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു വലിയ അടനിവേദ്യം നടത്തിക്കൂടെ? നമ്മുടെ സായുധസേനയ്ക്ക് വേണ്ടി, നമ്മുടെ പട്ടാളത്തിന്, നമ്മുടെ എയർഫോഴ്സിൻ്റെ നേവിയുടെയും ഒക്കെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ, ഈ മണ്ണിൻ്റെ മക്കൾ, അമ്മയ്ക്ക് മുമ്പേ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ചെയ്തൂടെ? ഞാനും ചേരാം. അത് ഒന്ന് ആലോചിക്കണേ. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മനോഹരമായ ഈ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയതില്ല. ഒമ്പതാമത് ശ്രീ പുരസ്കാരം. ഈ പുരസ്കാരം തുടങ്ങുന്ന അവസരത്തിൽ ഇതിൻ്റെ സങ്കല്പം ആതുര ശാസ്ത്ര സാങ്കേതിക കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മതവ്യക്തികൾക്ക് നൽകുകയെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ആദ്യമായിട്ട് നമ്മൾ നൽകിയത് ഡോക്ടർ എൻ കൃഷ്ണനായ സാറിന്. തുടർന്ന് വളരെ പ്രമുഖരായ അർഹരായ 8 പേർക്ക് ഈ പുരസ്കാരം നൽകുകയുണ്ട്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുക. കൃത്യം അതേപോലെ
ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ബൈക്ക് കൊടുത്ത് അത് അമ്മയെ കാണാൻ സാധിക്കുക. ഊരോട്ടുത്സവ വേദിയിൽ നന്ദി കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ നന്ദി അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഈ പരിപാടിയിലൂടെ അവസരത്തിൽ കൊണ്ട് ഉദയനൂരമ്മയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് ഇവിടെ പുരസ്കാര സമർപ്പണം നടത്തിയ ബ്രഹ്മശ്രീ തെക്കേടത്തുമന നാരായണൻ വിഷ്ണു നമ്പൂരി, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകൾ, വേദിയിലുള്ള മറ്റെല്ലാവരെയും ഒറ്റ വാക്കിൽ ആദരവ് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഉദയന്നൂർ ക്ഷേത്രം ഈ നാടിൻ്റെ ദേവത എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തി തന്നും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തന്നും നമുക്കൊക്കെ ഒരു ആത്മവിശ്വാസവും എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുടെ കിരണമായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ട്. എന്തായാലും വളരെ സുദീർഘമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ അവസരത്തിൽ പ്രാധാന്യമില്ല. നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട ഇപ്പോൾ തമ്പുരാട്ടി 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിലേറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇന്നലെ നമുക്കെല്ലാവർക്കും ഒരു രാജ്യസ്നേഹി എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ സൈന്യം നമ്മുടെ നാട്ടിലെ അമ്മമാരെ ഒരു 15 ദിവസം മുമ്പ് കരയിപ്പിച്ച ഭീകരവാദികൾക്ക് അവരുടെ നാട്ടിലേക്ക് കയറി തന്നെ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യ ഒരു മനുഷ്യരൂപത്തിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ആ തലയിൽ സിന്ദൂരക്കുറി ചാർത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ഇന്ത്യയുടെ സൈന്യത്തിനും അതിന് നേതൃത്വം കൊടുത്ത ഭരണാധികാരികൾക്കും എല്ലാവർക്കും ഇന്നലെ ഇന്ത്യൻ രാജ്യം മുഴുവൻ അംഗീകാരവും ആശംസയും ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിൽക്കുമ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു പടിയും കൂടി കടന്നുകൊണ്ട് വളരെ തിളക്കത്തോടുകൂടി അമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഒരു അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു നിയോഗമാണ്. ഈ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരും അവരവരുടെ നിയോഗത്തിലിരുന്നു കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം ഉദയന്നൂരമ്മ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും ശ്രീ S. ലീൻകുമാർ, ശ്രീ S. സുനിൽകുമാർ, ശ്രീ G. പ്രശാന്ത് കൃഷ്ണ എന്നിവരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാവർക്കും വരും കാലങ്ങളിലും നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി G. പ്രശാന്ത് കൃഷ്ണൻ അവർ അടുത്തതായി SS അടുത്തതായി VG ഗിരികുമാറിനെ മെമന്റോ കൊടുത്ത് ആദരിക്കുന്നു. ഇവിടെ ഇന്ന് ഈ ഒരു പൂജനീയ ചടങ്ങിൽ സന്നിഹിതനാകാനായിട്ടുള്ള അവസരം നൽകിയ ക്ഷേത്ര കമ്മിറ്റിക്കും എൻ്റെ നമസ്കാരം. ഇത് ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്മയുടെ പുരസ്കാരം മറ്റൊരു അമ്മയ്ക്ക്, ഉദയന്നൂരമ്മയുടെ ഈ കരയുടെ അമ്മയായ ഉദയന്നൂരമ്മയുടെ പുരസ്കാരം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അമ്മയായ അശ്വതി തിരുനാൾ തമ്പുരാട്ടിക്ക് കൊടുക്കുന്ന മഹനീയ സാഹചര്യത്തിൽ ആ ഒരിതിൽ ഉപവിഷ്ടനാകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയ ആ നിമിത്തത്തിനാണ് ഞാൻ ഉദയന്നൂരമ്മയോട് നന്ദി പറയുന്നത്. ക്ഷേത്രയോഗത്തിൻ്റെ ഒരു അംഗവും കൂടിയാണ്, കുടുംബാംഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നെ ഈ വേദിയിൽ എത്തിച്ചതും
ഇതിനവസരമൊരുക്കിയതും ഏതായാലും ഇതിനവസരമൊരുക്കിയ എല്ലാവർക്കും നന്ദി. നമസ്കാരം. ക്ഷമിക്കുക, പ്രസിഡന്റ് അനുമതിയോടെയാണ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. തമ്പുരാട്ടി പറഞ്ഞ അടവഴിപാട് നമുക്കെല്ലാവരും കൂടെ ചേർന്ന് നടത്താമല്ലോ അല്ലേ? ഇത് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്, കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ കൊണ്ടുപോയി അവിടെയുള്ള പട്ടാളക്കാർക്ക് ഇത് വിതരണം ചെയ്താൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കമ്മിറ്റി തീരുമാനം അറിയിക്കണേ, നമുക്കെല്ലാം കൂടെ അതിൽ പങ്കുചേർന്ന് പോകാം എന്നുള്ളത്. എല്ലാ ഉദയന്നൂർ ദേവി ഭക്തർക്കും ക്ഷേത്രത്തിൻ്റെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.